വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം അവർ പരിശോധിക്കും. കോടതിയിൽ ഇതിനായി അപേക്ഷ കൊടുക്കും. അതേസമയം N വിജയന്റെ മകൻ വിജേഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പിതാവിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് വിജേഷ് വിജിലൻസിന് മൊഴി നൽകി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? പറയൂ. ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ നീക്കങ്ങൾ പോലീസിന്റെയും ഒപ്പം തന്നെ വിജിലൻസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പോലീസ് അന്വേഷണം ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളാണ്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ രണ്ട് വിങ്ങുകളാണ്, രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. പോലീസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഈ പുറത്ത് വന്ന ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ രീതിയിൽ തന്നെ തെളിവ് വേണം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പാണ്, അതിൽ കൃത്യമായ വ്യക്തമായ തെളിവ് ഉണ്ടാകേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധന എന്നുള്ള തരത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതായത് ഈ കത്തിന്റെ ഒരു താരതമ്യം നടത്തും, അദ്ദേഹത്തിന്റെ കൈയക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യം നടത്തും. ആ താരതമ്യം നടത്താൻ ഫോറൻസിക് പരിശോധന കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. അതിൽ IC ബാലകൃഷ്ണനുണ്ട്, ഗോപിനാഥനുണ്ട്, ND അപ്പച്ചനുണ്ട്, ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളെല്ലാം ഉണ്ട്. ആ നേതാക്കളെ എല്ലാം വിളിച്ച് അവരുടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത്. ഇതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മാത്രമല്ല വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ 4 പരാതിക്കാരുടെ മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഈ പരാതി നൽകിയ പീറ്റർ ജോർജ്, അതോടൊപ്പം പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുള്ള പീറ്റർ ജോർജ്, ബിജു, പത്രോസ്, ഐസക് എന്നിവരുടെ മൊഴിയാണ് ഇതിനകം തന്നെ രേഖപ്പെടുത്തി. ഇവരെല്ലാം തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് പണം കൈമാറി എന്നുള്ളതാണ് വിവരം. ഈ പണം കൈമാറിയത് NM വിജയന് തന്നെയാണ് എന്നുള്ളത് ഈ 4 പേര് സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ പരാതിക്കാർ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. ഇവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട അത്തരം രേഖകളുടെ പരിശോധന കൂടി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകളുടെ പരിശോധന കൂടി വിജിലൻസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി, വിജേഷ് എന്ന് പറയുന്ന മകന്റെ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. NM വിജയനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും കുടുംബത്തിന് അറിയില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഈ കാര്യം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചതാണ്. ആ മൊഴി തന്നെയാണ് വിജിലൻസിനും നൽകിയിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ലിലി ചോളിയിൽ പറയുന്നു, ആ കുടുംബത്തിന്റെ പ്രശ്നം കോൺഗ്രസ് പാർട്ടി തീർത്തു കൊടുക്കണം. ഇത്രയും കാലം പാർട്ടി സേവിച്ച ആളല്ലേ എന്നാണ് പറയുന്നത്.